ഇന്ന് നല്ല ഒന്നാം തരം ചെറിയ ചാള കിട്ടിയിട്ടുണ്ട്. നല്ല പൊടിച്ചാളയാണ്. ഇത് കിട്ടിയാൽ വിടരുത് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നാം തരം ഒരു മീൻ പീര ചെയ്തെടുക്കാം. ഈ ചെറിയ ചാളയോ നെത്തോലിയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് മീൻ പീര ചെയ്യാം. മാങ്ങ ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ മീൻ പീര തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങ ഇട്ട മീൻ പീര എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മീൻ പീര തയ്യാറാക്കാനായിട്ട് മീൻ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ച മുഴുവൻ മീനും എടുത്തിട്ടില്ല. അതിൻ്റെ പകുതി മാത്രമേ പീരയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 20 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ അരമുറി തേങ്ങ. ഇനി അതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. പച്ചമാങ്ങ, കുറച്ച് വിളഞ്ഞൊരു മാങ്ങയാണ്. ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഈ ചെറിയ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയും കൂടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ചേർന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് കണ്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേങ്ങാക്കൂട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഈ മീൻ വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തതാണ്. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ആ മീൻ നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരല്പം കൂടി വെള്ളം ചേർക്കാം. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം ഇളക്കാനൊന്നും പോകണ്ട. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അധികം വേവൊന്നുമില്ല മീൻ. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടോ, ഒന്നും കൂടി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അതാണ് എപ്പോഴും ഒരു ടേസ്റ്റ്. കാരണം നമ്മൾ അധികം വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കുന്നില്ല. പീരയല്ലേ, എന്തായാലും ഡ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെള്ളമുണ്ട്. നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇത്. മീനൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് നമുക്കിനി ഒന്ന് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ഇട്ടതുകൊണ്ട് തന്നെ ഇനി പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മീൻ പീര തയ്യാറായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ പീരതെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ മുള്ളൊന്ന് നോക്കിയാൽ മതി, കാരണം മീൻ നന്നായിട്ട് വെന്തിട്ട് അതിനകത്തുനിന്ന് മാറിക്കോളും. അപ്പോൾ ചെറിയ മീനായതുകൊണ്ട് തന്നെ മുള്ളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ മീൻ പീര. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.